ഹലോ ഗൈസ്, വെൽക്കം ടു എഡിടെക്സ്. കുറേ നാൾ വീഡിയോ ഒന്നും ഉണ്ടായില്ല. കാരണം മഴ കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കുറേ നാൾ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ തമ്പിൽ കണ്ടപ്പോൾ തന്നെ പക്ഷേ ഇത് RTN പാർട്ട് 2 ആണ്. പറഞ്ഞല്ലോ, RTN നമ്മുടെ ചാനൽ ഇതിൽ കണ്ടില്ലെങ്കിൽ കാണുക. നല്ലൊരു വീഡിയോ എന്ന് വെച്ചാൽ ടെക് ന്യൂസുകൾ അതിനകത്തുള്ളത്. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ വെച്ച് നോക്കിയാൽ അതിന് പ്രയത്നമില്ല. കാരണം അപ്പം ഞാൻ പറഞ്ഞ ടെക്കുകൾ ഈ സമയത്ത് മാറിയിട്ടുണ്ട്. ടെക് ന്യൂസുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ RTN പാർട്ട് 1 ഇനി ഇറക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവായിട്ട് വരാൻ പോകുന്ന കണ്ടൻറ്റാണ്. ഇതുവരെ അറിയാൻ പാടില്ലെങ്കിൽ നമ്മുടെ മുമ്പത്തെ RTN വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണാൻ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ടെക് ന്യൂസിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ RTN പാർട്ട് 2 ഇനി ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ലേറ്റസ്റ്റ് ടെക് ന്യൂസിലാണ് ഇത് കിട്ടാൻ കുറേ കമ്പനി വെച്ചാൽ കുറേ കമ്പനിയെ പറ്റി നിൽക്കാൻ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കിട്ടിയില്ല. പക്ഷേ കിട്ടിയതിനെ പറ്റി നമുക്ക് പറയാം. ഈ വീഡിയോ അത്യാവശ്യം ഷോർട്ടാക്കാൻ നോക്കാം, നിങ്ങളെ ബോറടിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം കാര്യങ്ങൾ വെച്ചിട്ടാണ് വീട്ടിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് തന്നെ നമ്മുടെ ആപ്പിളിനെ പറ്റിയാണ്. ആപ്പിളിന് ഒരു ഫീച്ചറുണ്ട് ഐഫോണിലൊക്കെ. ഇപ്പം നമ്മുടെ ഒരു ഐഫോൺ ഉണ്ട്, നമ്മുടെ പിള്ളേരുടെ കയ്യിൽ ഐഫോൺ ഉണ്ടെന്ന് ചോദിച്ചു. പാരൻസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഐഫോൺ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്ത് കാണുന്നു, അവരെന്ത് ചെയ്യുന്നു നമുക്ക് അറിയാം, പാരൻസിന് അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫീച്ചർ നമ്മളെ ആപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ പുതിയ ടൂൾസും പുതിയ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഫീച്ചറിൽ ടീൻസിനെയും കിഡ്സിനെയും എന്താണ് ഫോണിൽ ചെയ്യുന്ന പാരൻസ് അറിയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഉപയോഗമുള്ള ഫീച്ചറാണ്. അത് നമ്മൾ ആപ്പിൾ കൊണ്ടുവന്നു വെച്ചാൽ അത് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇത്തിരി കൂടെ അഡ്വാൻസ് പുതിയ ടൂൾസും പുതിയ സെക്യൂരിറ്റി അങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ അത് കൊണ്ടുവരാൻ പോകുന്നത് വരട്ടെ. നല്ലൊരു കാര്യമാണത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂസ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസാണ് നമ്മുടെ ആപ്പിളിനെ പറ്റി. അതും നമ്മുടെ ആപ്പിളിനെ പറ്റി തന്നെയാണ്. ഈ വരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണാണ്. മനസ്സിലാകേണ്ടത് ഇതാണ് ഒരു സംഭവം. അപ്പോൾ ഓട്ടം ഫീച്ചർ എന്ന് വെച്ചാൽ ഫോണിന് വരാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സാണ്. ആപ്പിളിലെ ഓട്ടോ മിക്സിനും പിന്നെ ആപ്പിൾ മ്യൂസിക്കിലെ മ്യൂസിക് അറിയാമല്ലോ, അല്ലാതെ ലിറിക്സിനൊക്കെ പുതിയ അപ്ഡേഷൻ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ പുതിയ ഫീച്ചേഴ്സൊക്കെ വരാൻ പോകുന്നുണ്ട്. ആപ്പിൾ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഫീച്ചേഴ്സാണ് അതൊക്കെ. പിന്നെ നമ്മുടെ ആപ്പിൾ മാപ്പിൽ പുതിയ ഫീച്ചറൊക്കെ വരാൻ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആപ്പിൾ മാപ്പിൽ ഈസി ടു ട്രാക്ക് ഫീച്ചേഴ്സും നമ്മുടെ ഐഫോണിൽ വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ വാളറ്റിൽ ആപ്പിൾ ഇൻ്റലിജൻസും വരുന്നുണ്ട്. അതിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായില്ലെങ്കിൽ ഓട്ടം സീസൺ നടത്താം അത് വരുന്നുണ്ട് നമ്മുടെ ഈ ഫോണിൽ. ഓട്ടം സീസണിന് പുതിയ കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ S25 എഡ്ജിൻ്റെ ഒരു പ്രോബ്ലമാണ്. കുറേ പേർക്ക് അറിയാത്തവർക്ക് ഞാൻ പറയാം, ബെൻഡിങ് പ്രോബ്ലം. നമ്മുടെ OnePlus ഒരു സമയത്ത് കിട്ടിയ പണിയാണ് ഫോൺ ബെൻഡ് ആവുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ സാംസങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ചെക്കൻ കൊള്ളാൻ കേട്ടോ, അവനാണ് മാസ്റ്റർ യഥാർത്ഥ ശിഷ്യൻ. നമ്മുടെ നാലാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസങ്ങിനെ പറ്റി ഐഫോണും ആപ്പിളിനെ സാംസങ്ങിനെ പറ്റിയുള്ള 2 ന്യൂസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ സാംസങ് രണ്ടാമത്തെ ന്യൂസ് കൊണ്ട് കിടന്നാൽ എനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആക്കാൻ പോവാണ്. AI ഫോർ ഓൾ, എവറിഡേ കമ്പാനിയൻ, അങ്ങനെ എവറിഡേ എവരിവെയർ അങ്ങനത്തെ ഒരു എനെ അവർ ബിൽഡ് ചെയ്യാൻ ഇത്തിനോട് ഇതാക്കാൻ പോവുകയാണ്. നമ്മുടെ ഫോണിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് മാറിയൊക്കെയാണ്. അപ്പോൾ അതേപോലെ എനെ ഇത്ര സ്ട്രോങ് ആക്കാനുള്ള പരിപാടിയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ AI ഫോർ ഓൾ എന്ന് പറഞ്ഞ സംഭവമാണ്. സാംസങ് ഇത്രയും കൂടെ അതിൻ്റെ എനെ എൻഹാൻസ് ചെയ്യാൻ പോകണം, അതാണ് ഈ പരിപാടി. നമ്മുടെ അഞ്ചാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോനെ പറ്റിയാണ്. വിവോയുടെ പുതിയ ഫൺ ടച്ച് OS 15 അതിനെ പറ്റിയുള്ള ഫീച്ചർ വെച്ചാൽ അതിൻ്റെ സിസ്റ്റം ഫ്ലൂയിഡിറ്റി, ഫ്ലൂയിഡ് ആയിട്ടുള്ള പരിപാടി വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പരിപാടിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രസൻസ് യൂറോപ്പിലോട്ട് കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ വിവോയുടെ പുതിയ ഫോൺസ് അതിൻ്റെ OS ഫൺ ടച്ച് OS 15 ആ ഒരു ഫ്ലൂയിഡിറ്റി, സിസ്റ്റം ഫ്ലൂയിഡിറ്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ വിവോയുടെ പുതിയ അപ്ഡേറ്റ്. നമ്മുടെ ആറാമത്തെ ന്യൂസാണ് നമ്മുടെ റിയൽമിയുടെ Narzo 70 പിന്നെ C63 5Gയും പുതിയ വരാൻ ടീസ് ഉണ്ട്. അൾട്രാ സീരീസ് ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ റിയൽമി. അതിനകത്ത് ഹിൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ടെക്നോളജി, അതും ക്വാഡ് കർവ് ഡിസ്പ്ലേ സ്ക്രീനിൽ ഈ ഒരു ഇതൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഒരു പുതിയ ഫോണാണ് അത്, ക്വാഡ് കർവ് ഡിസ്പ്ലേയിൽ പുതിയ ഫീച്ചേഴ്സൊക്കെ അങ്ങനത്തെ ഒരു ഫോൺ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവർ. അപ്പോൾ കാത്തിരുന്ന് കാണാം. റിയൽമി ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ആഡ്സും ബ്രോഡ്ബെയറും എന്നും അവിടെ തന്നെ ഉണ്ടാവും.
നമ്മുടെ 7ാമത്തെ അപ്ഡേറ്റ് നമ്മൾ നത്തിങ്ങിനെ പറ്റിയാണ്. നമ്മുടെ നത്തിങ്ങിൻ്റെ ഫോൺ 3 ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു കൺഫേംഡ് ഒരു കാര്യമാണ് 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വരുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ. അതും നത്തിങ് ഫോൺ 3 ഇറങ്ങാൻ പോകുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഇതൊരു നത്തിങ് ഫോൺ 2 സക്സസർ ആയിട്ടാണ് നമ്മൾ നത്തിങ് ഫോൺ 3 ഇറങ്ങുന്നത് നമ്മുടെ. അപ്പോൾ കൺഫേംഡ് ആയിട്ടൊരു കാര്യമാണ് 50 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ എടുത്തുണ്ടാകും. അതൊരു കൺഫേം ആയൊരു കാര്യമാണ്, നല്ല കാര്യം. പിന്നെ നമ്മുടെ ഓപ്പോനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ 8ാമത്തെ. ഓപ്പോയുടെ 14-ഉം റെനോ 14-ഉം റെനോ 14 പ്രോയും നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് കുറേ പേർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പവർ ഫോണൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ അവരിത്തിനൂടെ ഇന്നോവേറ്റീവായിട്ട് ഫോട്ടോഗ്രാഫിയിലും ഇന്നോവേറ്റീവ് ഡിസൈനും പിന്നെ ബാക്കിയുള്ള സീരീസുകൾ നമ്മുടെ വൈകാണ്ട് ഇറങ്ങും. ജൂലൈ 3-ാം തീയതി ഇറങ്ങുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പോയുടെ ബാക്കിയുള്ള ഫോണുകളൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ ഇനി നമ്മുടെ ഫോൺ ഓപ്പോ ഇത്തിരി ഫോക്കസ് കൊടുക്കാൻ പോകുന്നത്. കാരണം അറിയാം നമ്മുടെ IISA ആ ഒരു ഇതിൽ നമ്മുടെ ഓപ്പോന് അവാർഡ് കിട്ടിയായിരുന്നു, ബെസ്റ്റ് AI ഫോൺ എന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവാർഡ് ഓപ്പോന് കിട്ടിയത്. അതുകൊണ്ട് അവർ ഇത്രയും കൂടെ അവർ AI ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നല്ല കാര്യം. എന്നുവെച്ചാൽ ഓപ്പോ ഫോണിലോട്ട് എടുത്ത് വെച്ചിട്ട് കാലം അത്യാവശ്യം ആൾ പറയുന്ന അതിന് എന്നാലും നല്ല കാര്യമാണ്. അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇത്രയും കൂടെ AI ഫോക്കസ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ഓപ്പോ. പിന്നെ ഇത് കുറേ പേർക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. അതിൽ അറിയാത്തവർക്ക് വേണ്ടി, ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 9ാമത്തെ ന്യൂസാണ്. ഹുവാവിനെ പറ്റിയാണ് ന്യൂസ്. അപ്പോൾ ഹുവാവി ശരിക്കും പറഞ്ഞാൽ ചാൻസസ് ഓഫ് ചൈനീസ് സ്പൈയിങ് കാരണം നമ്മുടെ US ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ 2019 ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ അതിൻ്റെ ഫോണുകളൊന്നും വിൽക്കാൻ പറ്റില്ല, അവർക്കവിടെ ഡിവൈസൊന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കുറേ പേര് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഇത് കാരണം ഇനിയൊരു ടെക്ക് വെച്ചാൽ ഫോണിൻ്റെ മോഡേൺ ടെക്ക് വാർ സംഭവിക്കും എന്നുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയുടെ ഫോണിലേക്ക് ഒരു കമ്പ്യൂട്ടർ ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര പണിയായിരിക്കും. അങ്ങനെ എല്ലാ കമ്പനികൾക്കും അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിങ്ങൊന്നും കമ്പനികൾക്ക് അധികമില്ല. ഹുവാവിക്കാണ് പണി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡേൺ ടെക് വാറിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട്. ഇത് ശരിക്കും അത്യാവശ്യം പഴയ വർഷം. എന്നാൽ ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഹുവാവി നമ്മുടെ US ബ്ലാക്ക് ലിസ്റ്റഡാണ്, ഫോൺ ഇറക്കാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഹോണറിനെ പറ്റിയുള്ള ഹോണറിൻ്റെ പുതിയ ഫോൺ ആയിട്ടുണ്ടല്ലോ, നല്ലൊരു ഫോണായിരുന്നു. ഇതാണ് ഫോൺ. നല്ലൊരു ഹോണറിൻ്റെ ഒരു ഫോണായിരുന്നു. നമ്മുടെ ദുബായിലൊക്കെയാണ് ഉള്ളത്. നമ്മുടെ ദുബായിൽ OnePlus 13S ആണ് സംഭവം. നല്ലൊരു ഫോണായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അപ്പോൾ ഓപ്പോ നമ്മുടെ ഹോണർ പുതിയ ഫോൺ ഇറക്കുന്നുണ്ട്. അതും ഇന്ത്യയിൽ പറയുന്നത് ഹോണർ X9C 5G എന്നാണ് ആ ഫോണിൻ്റെ പേര്. അപ്പോൾ അത് വൈകാണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന ഫോണാണ്. അതും എക്സ്ക്ലൂസീവ്ലി ആമസോൺ വഴി ഇറങ്ങുമെന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മുടെ ആമസോൺ ഒരു ഇതില്ലേ, അതിൽ കൂടെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. 108 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയാണ്, നമ്മുടെ ഫ്രണ്ട് റിയർ ക്യാമറയാണ് നമ്മുടെ ഈ ഹോണറിൻ്റെ ഈ ഫോണിൽ വരാൻ പോകുന്നത്. പിന്നെ ഓണറിൻ്റെ പുതിയ ഇനീഷ്യേറ്റീവ് സ്ട്രാറ്റജിക്ക് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഹോണർ ആൽഫ വെച്ചാൽ പുതിയ പരിപാടിയാണ് ഹോണറിൻ്റെ. അപ്പോൾ ആ വരാൻ പോകുന്നുണ്ട്. അത് അവർ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ 2020 മൊബൈൽ വേൾഡിലോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത് 2025 കോൺഗ്രസ്സിലൂടെയാണ്. അവർ ഒരു ഫീസും പുതിയ സംഭവം കൊണ്ടുവരുന്നത് ഹോണർ ആൽഫ. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ലെങ്കിൽ ഇതാണ് സംഭവം. ഓണറിൻ്റെ പുതിയ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഓണറിന് വെച്ചപ്പോൾ ആപ്പിളിൻ്റെ iOS അങ്ങനെ പറഞ്ഞ പോലെ ഓണറിൻ്റെ പുതിയ സംഭവമാണ് വെച്ചാൽ ഫൺ ടച്ച് OS. അതേപോലെ ഓണർ ആൽഫ എന്ന് പറഞ്ഞ സംഭവം വരാൻ പോവുകയാണ്. വരട്ടെ, നല്ല കാര്യമാണ്. അപ്പോൾ അതോടെ നമ്മുടെ ടെക് ന്യൂസുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കേൾക്കുന്നു. ഞാൻ വീഡിയോ പരമാവധി ഷോർട്ടാക്കുന്നുള്ളത് നിങ്ങളെ ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിൽ പറയാം. എനിക്ക് എന്നാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറവുകൾ കണ്ടിട്ടും അത് കണ്ടില്ല എന്ന് വെച്ച് എന്നെ അറിയിക്കാതെ ഇങ്ങനെ ഭയങ്കര ഇതാണ്. കാരണം എനിക്കത് അറിയാൻ പോലും പറ്റില്ല ഞാൻ എവിടെയാണ് കുറവ് പറ്റുക. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. നിങ്ങൾ കമൻറ്റിലെല്ലാം ഞാൻ തന്നെ തെറ്റ് ചെയ്തത് പറയണം. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല നമ്മൾ. അപ്പോൾ പ്ലീസ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. 1K ആണെങ്കിലും അത് 500 പോലും ഞാനായിട്ടില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ടെക് കണ്ടന്റ് ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീ ആദർശ്.